എടാ നാളെ നീ ഒരു സിനിമയാണ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പരിപാടി അതിന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ നീ തന്നെ നാളെ റോണൻ ചേട്ടൻ കണ്ടോസ്കോടും ചൂട് പിടിച്ചാൽ ഞാൻ പോവും. ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു, RDX ആയാലും. അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവിയായിരുന്നു, അത് നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. നമ്മുടെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ഡയറക്ടേഴ്സിനോടാണ്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരെ അസിസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുന്ന നേരം എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്? അതേപോലെ സോഫിയ മാമിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നു. ഞാൻ മാമിനൊരു മെയിൽ അയച്ചു, നമ്മുടെ ഫ്രണ്ട് ഒരു ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്ത് ഒരു 10 minutes എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു, ഞാൻ 2022-ലാണ് തോന്നുന്നത് സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞു മാമിന് ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 1 വർഷം എടുത്തു നമുക്ക് എൻ്റെ സ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യാനും കാര്യങ്ങളും എല്ലാം. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ നമ്മൾ സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസിയുള്ള പ്രോസസ്സായിരുന്നു. സത്യമുള്ള സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത്? അതെല്ലാം ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തായിരുന്നു. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റിൽ അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒന്നും വരാറില്ലായിരുന്നു. ധ്യാൻ ചേട്ടൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിന് 2 ആഴ്ചക്ക് മുന്നേ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡായി, അല്ലെങ്കിൽ ആ ഒരു 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയത്? അല്ല, ആക്ച്വലി സജഷൻ നല്ലതായിരുന്നു. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുള്ള ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് 2-3 ദിവസത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്ര വലിയൊരു പ്രോസസ്സൊന്നും അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലൊരു ചെറിയൊരു പ്ലോട്ട് പോയിന്റ് ആയിരുന്നു അത്. അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം ധ്യാൻ എന്ന് പറയുന്ന ഒരു നടൻ, ധ്യാൻ എന്ന് പറയുന്ന ഒരു നടൻ 1 വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണമൊക്കെ നമുക്കറിയാം. വീക്കിലി സ്റ്റാർ പേരും പുള്ളിക്കുണ്ട്. ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ടല്ല, 2 ആൾ അഭിനയിക്കാൻ റെഡിയാണ്. വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ? അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു ചെയ്യുന്നു. ഇവരുടെ അത്രയും വരുന്നില്ല. സത്യം. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്നത് നടൻ 1 വർഷം ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 എണ്ണം ചെയ്തതില് ഞാൻ നടിഗറിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിന് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമയുള്ള ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എന്റെ തലയിൽ ഇടരുത്. ഞാൻ ചോദിച്ചത് നിങ്ങളോടാണ്. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്ര ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഒരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പൊ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോഴൊരു എങ്ങനെയായിരുന്നു? അല്ല, നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ധ്യാന്റെ ഇത്ര വളർച്ച കാണുമ്പോൾ ഒരു കാര്യം ഒരിക്കലുമില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല, എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഓരോ ആക്ടേഴ്സും, ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ധ്യാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, ഇനി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ
മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്നൊന്നും ഇതൊക്കെ ഉണ്ടാവാറില്ല. അതെന്നെ ചോദിച്ചു. ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിച്ചു. എന്നോട് ചോദിക്കുകയാണല്ലോ, ഞാനോട് ഞാനടുത്തല്ലേ ചോദിക്കേണ്ടത്. ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യണം വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാ, അതിന്റെ കഥയെല്ലാം കൊള്ളൂലെങ്കിൽ പോലും. അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ തിരിഞ്ഞു നോക്കും. ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. ഇനി നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ണൂർ സ്കോഡ് ടൂവിന് വിളിച്ചാൽ ഞാൻ പോവും. കുറേ സിനിമകളാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ സിനിമകൾ, ചെറിയ സിനിമകൾ. ഈ സിനിമ ചെറിയ സിനിമ പുതിയ സംവിധായകർ തീരുമാനിക്കാൻ പോലെയുള്ള പോലീസ് അത്ര ഒരു തീരുമാനം ഞാൻ അങ്ങനെ തീരുമാനിക്കാൻ നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു, RDX ആയാലും. അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവി ആയിരുന്നു. അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. പിന്നെ ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു. അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യും. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ധ്യാൻ 3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. ധ്യാനുമായിട്ട് ഞാൻ ധ്യാനായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത്, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ധ്യാൻ റെഡിയാണെങ്കിൽ നമ്മൾ ചെയ്യില്ല. അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കില്ലോട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടുണ്ട്. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോപ്പാണ്. ആ അതെ. ആ ആ അതെന്ത് വൈ നോട്ട്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനൊരു എൻ്റെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ഏതാണ് സ്ക്രിപ്റ്റ്? നിങ്ങളല്ലേ മധ്യസ്ഥ തന്നത്? സ്ക്രിപ്റ്റിലല്ലേ പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്? തയ്യാറാണെന്ന് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ശോഭിച്ചതിന്റെ പാനലിൽ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റ്. ഓക്കെ ഓക്കെ ആണ്, ഓക്കെ. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോകുമല്ലേ. അത്രേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നു. നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ വിജയിച്ചു പോകുമ്പോൾ അവർക്ക് കഴിവുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്തവരൊന്നും ഇഷ്ടമല്ല. അത് വല്ലാത്ത വിഷമത്തിലേക്ക് വേണം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇങ്ങനൊരു കൈകോർത്ത് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനൻ്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പിണക്കം വീണ്ടും സിനിമ ചെയ്യില്ല. അല്ല ചേച്ചി, സിനിമ ചെയ്തതിനു ശേഷം പിണക്കണ്ടേ? അത് സിനിമ ചെയ്യണം അതിന്. അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ, എല്ലാം ആ സമയത്തുള്ള. നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ ഉണ്ടെന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തക്കിലേക്ക് വരുമ്പോ അതില് ഞാന് അത് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ? ഇത്ര ധൈര്യമുള്ള ഒരു നടനുണ്ട് സത്യം ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു 1/2 ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വളരെ
അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. പോസ്റ്ററിൽ ചേട്ടനെ വലുതായിട്ട് അതാണ് എന്റെ ചതിയാണ്. അല്ല, ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവര് ഉപയോഗിച്ചോട്ടടാ. നന്ദി. ഏതാ എന്താ നമ്മളെ അതല്ല, ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിൽ ഇത് തലക്കുന്ന പ്രശ്നം പറ്റിയില്ല. അതാണ് എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവന് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സോഷ്യലി കമ്മിറ്റഡ് അവരെങ്ങനെ പറയുന്നേ പറ. കുറച്ചു പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ ഇരുന്നോണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് എനിക്ക് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് തന്നെ എത്തിയില്ലായിരുന്നു. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചില സജഷൻസ് പറയും. ഞാൻ എപ്പോൾ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെരു പറഞ്ഞിട്ട് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വരണ പടങ്ങൾ ചെയ്തു പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രനീലിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം പറഞ്ഞു, മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി മോൾഡ് ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു മാൻഡ്രസ് നമ്മളത് ചെയ്ത് വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും ഇങ്ങനെ. പിന്നെ അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ രാജ്യത്തിനപ്പുറം തന്നെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു ഓവറാട്ടോ കുറച്ചോളം മതി അതൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ല നമ്മൾ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. കുറെ നാളെ വീട്ടിലിരുന്നുണ്ടാകും. കിട്ടിയോ? അല്ല, ഞാൻ ഞാൻ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ഇതിന് ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇതുപോലെ SI ആയി, ഇപ്പോൾ CA ആയി. അതിൻ്റെ ഇരുത്തം നന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. ഒറ്റ സ്ഥലത്തിരുന്ന് IG. സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളത് എവിടെയാണ്? ഇത് നമ്മളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, URA ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറേ പേര് അതായത് ഓടി ഉത്തരങ്ങളല്ലേ. അത് ഞാൻ എടുത്ത് ഇവിടെ പറയണം. എന്താ സ്വാധീനിക്കുന്നവെന്ന് തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള 10 ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി എഴുതുക. മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടി ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം. പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നമ്മളിപ്പം ഞാനും അജുവും അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ നീം ചേട്ടനൊക്കെ ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്.
കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പം കണ്ടെന്ന് വരും. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൺ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നിവിൻ ചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വെക്കും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോൾ കറക്റ്റ് അനുസരണയോടെ വരും. അപ്പോൾ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നമുക്ക് തോന്നുന്ന സ്ക്രിപ്റ്റുകളുടെ ഒരു അവാർഡ്, ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ പരാജയം സംഭവിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയെ പൊതുവെ പറയുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് പ്രത്യേക സുഹൃത്തുക്കളെ വലയത്തിലാണ് ഈ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു, സ്വയമായിട്ട് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പരാജയം വലുതായിട്ട് സംഭവിക്കാറുണ്ട്. അതെന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. അതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരുമിച്ച് അഭിനയിച്ചു. വളരെ സത്യസന്ധമല്ലേ? നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ? അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വലിയ വലിയ ബാനറുകളാണ് അല്ലേ? അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ. അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു, അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി പോലത്തെ ഒരു ബാനറിന് ഇത്രയും സക്സസ് റേറ്റിൽ ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവര് ഇതിന് കാശ് മുടക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളിപ്പോവാം അല്ലേ? പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ സ്ക്രിപ്റ്റ് അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇന്ന് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷനാണ് പ്രിൻസ് പോലത്തെ സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്. ഇപ്പൊ ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വീണു പോകും. എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. വലിയ റിവ്യൂ ചെയ്തിട്ട് ആളുകൾ നമ്മുടെ സിനിമയ്ക്കാണ് നല്ല റിവ്യൂസ് ആണ്. ഒരു പൂർവ്വം പറഞ്ഞിട്ടില്ല. ധ്യാൻ ചെയ്തിട്ടുള്ള സിനിമ എന്ന് നിലവിൽ വരെ പറയുന്നത് നമ്മൾ അതിനകത്ത് സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെ ധ്യാൻ സന്തോഷമാണ് തന്നെ. പക്ഷെ ആ സിനിമയും നമുക്ക് വേണ്ടത്ര രീതിയിലേക്ക് തിയേറ്ററിൽ ആളുകൾ എത്തുന്നുണ്ടോ? അതാ പറഞ്ഞത്. അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു. ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന
വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമയെ ഇന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടമാകാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് അത് ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപ് ഏട്ടൻ സിനിമയല്ലേ. ദിലീപ് ഏട്ടനും കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. അത് ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകൾ വെക്കാൻ ഓഡിയൻസ് കേടുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ പറഞ്ഞത് അല്ല അതെന്താ വെച്ചാൽ ഇപ്പൊ ഉള്ള കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പം ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ, മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പോൾ ഈ സമ്മറിനെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷം എത്തിയപ്പോൾ അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷമല്ലേ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് എല്ലാം ഇതിനോടൊപ്പം അല്ലേ. ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്നുപോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണിത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിന് ഇത് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയാണ് ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും തിരിച്ചു പോകും, പല സ്വപ്നങ്ങളും ഇല്ലാതാവും. സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് നമ്മുടെ എവിടത്തേക്ക് ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുകൊണ്ട് വരുന്നേ ആ സമയത്ത് ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് നഷ്ടക്കണക്കാണ്. ലാഭത്തിനാണ് ജനുവരി 8 സിനിമ ഇത്രയും ലാഭം ഇട്ടടിച്ച സിനിമകളുള്ള ലോകമെമ്പാട് പറയും മലയാള സിനിമ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ പറഞ്ഞത്. അത് കേരളത്തെ സംബന്ധിച്ചോ അത് ബുദ്ധിമുട്ടുണ്ടാവും. ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു. അവർ വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പം നമ്മളായിരിക്കും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകും. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി
നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു. ഇപ്പോൾ എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അല്ല മേഡത്ത് ഈ സിനിമയുടെ കണക്ക് അടുത്ത മാസം കണക്ക് ബിസിനസ് നടക്കുന്നുണ്ടാവും. ബിസിനസ് നടക്കും, OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടെ കൂടി ഒരു കണക്ക് കിട്ടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേർക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പം നമ്മൾ പേഴ്സണലി ഒന്നും നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ആ അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആഗ്രഹമുണ്ട്. എന്താ എല്ലാം ഒരുമിച്ച് കൊള്ളണം. കുഴപ്പമില്ല. ആ അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അറിയില്ല. അതെ ചോദിക്കാത്തവർക്ക് ചോദിക്കട്ടെ. ആരെന്തോ ചോദിക്കുക എന്തോ ചോദിക്കില്ലടാ. അത് ഏതാടാ ട്രാക്ക് ഇട്ടത്? അത് എന്താ എന്താ പാട്ടാണ്? മൈക്കിൾ ജാക്സൺ ഒരു അല്ലല്ല സിനിമയിൽ സിബി ഇതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഇതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ്? അവര് പറഞ്ഞു, ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ ലാലേട്ടനുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോഫിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുകൊണ്ടോ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവർ റഷീദിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടൻ ആരായാലും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസമായിരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ്, ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് ഇറങ്ങി ആ പടം OTT വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ്. അല്ല ഐ മീൻ കുറെ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും ഇതൊന്നും വന്നിട്ടില്ല. നമുക്കൊന്നും അല്ല ഇന്ത്യന്ന് പറയണം. സുഹൃത്തെ സുഹൃത്തെ 90% പറഞ്ഞോളൂ. ബാക്കിയുള്ളവരെന്ന് പറയട്ടെ. ഞാൻ കാണാറുണ്ട്. ഞാൻ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്ക് ആവാറുണ്ട്. ചിലതൊക്കെ, എല്ലാമല്ല. എന്താ പറഞ്ഞേ? ഫസ്റ്റ് ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? അപ്പൊ ചോദ്യം, ഒരു സിനിമ OTT-ൽ ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത്
നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്താ നിന്റെ വിശ്വസിച്ചുള്ള നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പൊ അതാ പറ, അത്രേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റ് ആയിട്ട് റിവ്യൂ. ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത്രേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് നിനക്കറിയാമോ? എന്തിനാ? എല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരെന്ന് കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT-യുടെ കേസ് നീ ചോദിച്ചാല് OTT-യിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ല? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT-യിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT-ൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വനിന്റെ അടുത്ത് ആരോട് തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ആരോ ഇത് റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് ചെയ്ത് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തതെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട, നിനക്ക് കൊള്ളാം. അത്ര അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൂടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. ചോദ്യം അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞത്, ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചെന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരായിരുന്നു. അവസാന വാക്ക് ഡോക്ടർ റോണി. ഇതിലും കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാനും ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.